അപ്പോൾ നമ്മൾ കൂടുന്നതനുസരിച്ച് കാണാം ഇവിടെ 12. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഒരു DC മോട്ടർ കൺട്രോൾ ചെയ്യുന്ന മൊഡ്യൂളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെങ്ങനെ വർക്ക് ചെയ്യിക്കാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മളെ ഈ ഒരു 12 വോൾട്ട് വരുന്ന DC മോട്ടറാണ്. സാധാരണ DC ഫാനിലൊക്കെ വരുന്ന ഒരു മോട്ടറാണ് വരുന്നത്. 12 വോൾട്ട് RS 585 ആണ് ഇതിൻ്റെ ഒരു കോഡ് വരുന്നത്. അത്യാവശ്യം ആംബിയറൊക്കെ വരുന്ന ഒരു മോട്ടറാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇത് വിത്ത് ഓണും ഓഫും ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വോളിയം കൂട്ടുമ്പോൾ തന്നെ നമുക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ ഇവിടെ കാണാം ഇതൊരു പോസിറ്റീവ് സപ്ലൈ ആണ് വരുന്നത്. ഇതിൻ്റെ കോമൺ പോസിറ്റീവാണ് ഇത് നടുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ് ഇൻപുട്ട്. അതേപോലെ തന്നെ ഇത് ഔട്ട്പുട്ടാണ്. ഈ ഒരു ഇതിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഇവിടെ കാണാം നിങ്ങൾക്ക് ഇതൊരു റെക്ടിഫയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു IC പോലക്കുന്ന ടൈപ്പാണ്, ട്രാൻസിസ്റ്റർ പോലെ. ഇത് റെക്ടിഫയർ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ചെറിയൊരു IC. ഇത് വോൾട്ടേജ് റെഗുലേറ്റർ IC ആണ്. അപ്പോൾ ഈ ഒരു ഇവിടെ കാണാം ഒരു IC PWM സിഗ്നൽ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ NE 555 IC ആണ് ഇവിടെ വരുന്നത്. ഈ ICയിലേക്കുള്ള വോൾട്ടേജാണ് ഇതിവിടെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു IC ആണ് ഇത് വരുന്നത്. അതേപോലെ തന്നെ ഇതൊരു മോസ്ഫിറ്റ് ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു PWM സിഗ്നലിൻ്റെ ഇൻപുട്ടിനനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു സ്പീഡ് കൺട്രോൾ ആവുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ഇതിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് നെഗറ്റീവാണ്, മാറരുത്. അപ്പോൾ മാറിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു കപ്പാസിറ്റർ ഇതൊക്കെ ചീത്തയാവും. അപ്പം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കണക്ഷൻ മാറാതെ തന്നെ കൊടുക്കുക. അപ്പോൾ കണക്ഷൻ നടുക്ക് വരുന്നത് പോസിറ്റീവാണ്, ശ്രദ്ധിച്ചാൽ മതി. ഇൻപുട്ടും ഔട്ട്പുട്ടായാലും കോമൺ ആയിട്ട് വരുന്നത് നെഗറ്റീവാണ്, അല്ല പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് സപ്ലൈ കൊടുത്തു. അതുപോലെ ഇൻപുട്ട് നെഗറ്റീവ് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിൽ നെഗറ്റീവ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതൊരു സപ്ലൈ ഓണാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു LED ഇൻഡിക്കേഷൻ തന്നെ കാണാം. ഒരു ഇൻഡിക്കേഷൻ നമുക്ക് ഓണാക്കി കഴിഞ്ഞാൽ ഈ ഒരു വോളിയം നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച്, ഈ നോബ് തിരിക്കുന്നതനുസരിച്ച് ഈ ഒരു LED നമുക്ക് പ്രകാശം കൂടിക്കൂടി വരും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ കണക്ഷൻ നമ്മൾ 12 വോൾട്ട് സപ്ലൈ ആണ് കൊടുക്കുന്നത്. അപ്പോൾ മോട്ടർ പിന്നെ നമുക്ക് ഏത് കൊടുത്താൽ മതി. അപ്പം ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് മാറി കൊടുക്കണമെങ്കിൽ ഈ ഒരു കണക്ഷൻ നമ്മൾ അതുകൊണ്ട് മാറ്റിയാൽ മതി. അപ്പോൾ അത് ഔട്ട്പുട്ടാണ് വരുന്നത്. ഔട്ട്പുട്ട് നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കോമൺ ആയിട്ട് പോസിറ്റീവ്, ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഇത് ഓൺലൈനൊക്കെ ഉണ്ട്, ഓൺലൈനുണ്ട്, സാധാ മാർക്കറ്റിലൊക്കെ ഉണ്ട്. ഏകദേശം 250, 200 ഇതിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലോരോ റേറ്റാണ് വരുന്നത്. ഏകദേശം 300-ൻ്റെ താഴെയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ഒരു സ്വിച്ചും പാട് എക്സ്ട്രാ വരുന്ന ഒരു ബോർഡും പാട് വരുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു മോട്ടറിൻ്റെ സ്പീഡും കൺട്രോൾ ചെയ്യാം. ഇനിയിപ്പോൾ എക്സോസ്റ്റ് ഫാനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ഫാനിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറക്കണമെങ്കിലൊക്കെ ആ സ്വിച്ചും പാടുള്ള ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ സ്വിച്ച് നമുക്ക് തന്നെ ഓൾറെഡി ചെയ്യാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് ചെയ്യുന്നതായിരിക്കും. നമുക്ക് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ കണക്ഷൻ കറക്റ്റായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ പവർ ഇവിടെ ഇപ്പോൾ ഞാൻ ഓഫാണ്. ഈ പവർ നമ്മൾ ഒന്ന് ഓണാക്കുകയാണ്. ഓണാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ ഒരു LED ചെറുങ്ങനെ കറങ്ങുന്ന കാണാം. അപ്പോൾ ചെറിയ രീതിയിൽ വർക്കായി. ഇനി നമുക്കൊന്ന് കൂട്ടുന്നതിനനുസരിച്ച് ഈ ഒരു മോട്ടർ ഇപ്പോൾ വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഈ ഒരു മോട്ടറിൻ്റെ സ്പീഡ് അറിയണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒന്ന് വെച്ച് നോക്കാം. ഈ ഒരു ഇതിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര സ്പീഡിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ പറ്റ ലോയിലാണ് കറങ്ങുന്നത് കാണാം. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജും പാടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രോബ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം 2 വോൾട്ടേജാണ് ഇവിടെ വ്യത്യാസം വരിക. നമുക്ക് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ നമ്മൾ കൂടുന്നതനുസരിച്ച് കാണാം ഇവിടെ 12 മാക്സിമം വോൾട്ടാണ്. ഇപ്പോൾ മാക്സിമം വോൾട്ടേജാണ് ഇപ്പോൾ കാണിക്കുന്നത്. 12, 11, 5 വോൾട്ട്, 4 വോൾട്ട്. ഇപ്പോൾ 0 പറ്റ കുറഞ്ഞ് നമ്മൾ
കൂടുന്നതനുസരിച്ച് ഇപ്പോൾ കാണാം ഒരു മാക്സിമം നമുക്ക് കിട്ടുന്നത് കറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടെങ്കിലും മാക്സിമം ആണ്. ഈ ഒരു വോൾട്ട് കിട്ടുന്ന സമയത്ത് തന്നെ ഇത്രയും സ്പീഡ് കുറവാണ്. അപ്പോൾ നമ്മൾ കൂട്ടുന്നതനുസരിച്ച് വോൾട്ടേജ് ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ RPM കൂടുന്നത് കാണാം. അപ്പോൾ ഈ ഒരു സ്പീഡ് കൺട്രോളിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വർക്ക് ചെയ്താലും ഈ ഒരു ചെറിയൊരു ഹീറ്റ് സിങ്ക് പോലെ ഇത് നമ്മൾ ഈ ബോർഡിൽ തന്നെ അറ്റാച്ച് ചെയ്തതാണ്. അപ്പോൾ ഇത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹീറ്റ് പോലെ എത്ര സ്പീഡിൽ വർക്ക് ചെയ്താലും എത്ര കുറഞ്ഞ സ്പീഡിൽ വർക്ക് ചെയ്താലും നമുക്കൊരു ഹീറ്റും ഇവിടെ അനുഭവപ്പെടില്ല. നേരിയ തോതിൽ ചെറിയ കമ്പോണൻസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഹീറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഒരു ഹീറ്റൊന്നും വരുന്നില്ല. അപ്പോൾ കൂടുതൽ സമയം വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് അത്ര ഹീറ്റ് വരില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ നമ്മൾ Z44 വെച്ചിട്ടുള്ള മോസ്ഫെറ്റ് വെച്ചിട്ട് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ വെച്ച് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാം. പക്ഷേ നമുക്ക് വരുന്ന സമയത്ത് നല്ല ഹീറ്റ് സിങ്കിൻ്റെ ആവശ്യം വരുന്നുണ്ട്. നന്നായിട്ട് ഹീറ്റാവും Z44 ഒക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് നമുക്ക് Z44 ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു പ്രോജക്റ്റ് വർക്ക് പോലെയൊക്കെ വർക്ക് ചെയ്യിക്കല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു ഫാനായിട്ട് നമ്മുടെ ഒരു ഫാനും വർക്ക് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ ആ ഫാനിനൊക്കെ തന്നെ ഇത് തന്നെയാണ് നമ്മൾ വച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഫാനിന് നമ്മൾ 24 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും തന്നെ അതൊരു ഹീറ്റായിട്ട് അനുഭവപ്പെടുന്നതല്ല. അപ്പോൾ നമ്മുടെ മോട്ടർ ചെറുങ്ങനെ ഹീറ്റാവുക എന്നല്ലാതെ നമ്മുടെ ഈ ഒരു ബോർഡിലുള്ള മോസ്ഫെറ്റിലൊന്നും ഹീറ്റും വരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ല ടെക്നിക്കൽ വീഡിയോ കാണാം. ഓക്കെ, ബൈ, സീ യു.